മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ കുട്ടികൾ മുംബൈയിലെത്തി. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. മുംബൈയിലെ സലൂണിൽ നിന്നും പെൺകുട്ടികൾ മുടിവെട്ടി സലൂൺ ജീവനക്കാരിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഇതിന് പോയാലോ നമുക്ക് മറ്റേ വണ്ടി കുട്ടികൾ സലൂണിലെത്തിയത് മുഖം മറച്ചെന്ന് മുംബൈയിലെ സലൂൺ ഉടമ ലൂസി 24 പറഞ്ഞു. ഭാഷ അറിയാത്തതിനാൽ കാര്യം അന്വേഷിച്ചു. മുംബൈയിലെത്തിയത് ഒരു വിവാഹ ആവശ്യത്തിനാണ് എന്ന് പെൺകുട്ടികൾ പറഞ്ഞുവെന്നും ഉടമ പ്രതികരിച്ചു. ഈ പിള്ളേർ രണ്ടുപേരും മുഖമൊക്കെ മറിച്ചാണ് വന്ന് ഈ സാധാരണ വെയിലുള്ളപ്പോൾ അങ്ങനെ വരാറുണ്ട്. ഈ ബൈക്കിലൊക്കെ വരുന്ന നമുക്ക് കൂടുതൽ അറിയത്തില്ല. അകത്ത് കയറി വന്ന് രണ്ട് കൊച്ചു പിള്ളേർ, തീരെ കൊച്ചല്ല, ടീനേജേഴ്സ്. അപ്പോൾ വന്നിട്ട് ഞാനവിടെ ഇല്ലായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു മുടി ട്രീറ്റ്മെന്റ് ചെയ്യണം, കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് ഭാഷ ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പം മലയാളികളാണെന്ന് മനസ്സിലായി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുമോ പിള്ളേരെ? പറഞ്ഞു മഞ്ചേരിയിലാണ്, ഞങ്ങൾ ഇവിടെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു. ഏത് ജാതിക്കാരാന്ന് ചോദിച്ചപ്പം പറഞ്ഞു അതറിയത്തില്ല. പിന്നെ എങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടായ? പറഞ്ഞു അത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫ്രണ്ടായതാ. ഞങ്ങൾക്ക് 8 മണിയാകുമ്പം അവിടെ എത്തിയിരിക്കണം, 8 മണിയാകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പനവേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട്. കാണാതായ പെൺകുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത മഞ്ചേരി സ്വദേശി റഹീം അസ്ലം 24 പ്രതികരിച്ചു. മുംബൈ സിറ്റിയിൽ നിന്നാണ് പെൺകുട്ടികൾ പിരിഞ്ഞത്. വീട്ടിൽ പ്രയാസമുണ്ടെന്ന് പറഞ്ഞാണ് പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങിയത്. പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചെന്നും റഹീം അസ്ലം പറഞ്ഞു. മുംബൈ സിറ്റിന്ന് ഉള്ളിലേക്ക് ഫുഡിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ, അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇവര് ഓക്കെയാണ് പിരിയണത്. ലാസിയ സലൂണിലേക്കാണ് കയറിയത്. അവിടുന്നാണ് പോലെ ഈ മറ്റേ എന്താ മുടി കട്ട് അങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ പറയണത്. അവർക്ക് വിളിച്ചോ. അപ്പൊ അവിടേക്ക് ഞാൻ കോണ്ടാക്ട് കാരണമൊക്കെ ഞാൻ എല്ലാം അപ്പനെ പോലീസിനെ കൈമാറുന്നുണ്ട്. നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നു. വീട്ടിൽ നിന്ന് എന്താ ചെയ്തത്, ഇറങ്ങി പോകാൻ പറഞ്ഞു, ആരെങ്കിലും പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞു. വാപ്പെന്തോ ശേഷം അങ്ങനെ പ്രശ്നമായിട്ട് ഓൾ ഇറങ്ങിയതാന്നൊക്കെ പറയണത്. ഞാൻ കുറെ പറഞ്ഞ് മനസ്സിലാക്കി എന്തിനാ അങ്ങനെ ചെയ്യണം, അങ്ങനെ എങ്ങനെ. അപ്പൊ അതിനൊന്നല്ല ഞങ്ങളിപ്പോ തന്നെ പോകും. പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും 24 ലഭിച്ചു. മുംബൈയിലെത്തിയ കുട്ടികൾ സലൂണിലേക്കുള്ള വഴി ചോദിച്ചത് തന്നോടായിരുന്നുവെന്ന് മലയാളിയായ മീനാസ് 24 പറഞ്ഞു. മുഖം മറച്ചാണ് കുട്ടികൾ എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാനൊരു 3:30 മണിക്ക് അങ്ങനെ എൻ്റെ ഷോപ്പിൽ വന്നപ്പോൾ അവർ ചോദിച്ചു സലൂൺ എവിടെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണ്ടം പ്ലാസൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചിങ്ങ് വന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത് ഷോപ്പിൽ വന്നിട്ട് മാസ്കിനാണ് ചോദിച്ചത്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു? മുഖമൊക്കെ മറിച്ചായിരുന്നല്ലോ? മറിച്ചിട്ടുള്ളത്. അതെ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? 2 കുട്ടികൾ, പെൺകുട്ടികൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആണുങ്ങൾ ആരെയും കണ്ടിട്ടില്ല. ശേഷം പിന്നീട് കണ്ടോ? അവരോട് വഴി പറഞ്ഞു? ഇല്ല, പിന്നെ ഞാൻ കണ്ടില്ല. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഷോപ്പിലില്ലായിരുന്നു. അപ്പോൾ അവർ മാസ്കിനാണ് ചോദിച്ചത്. അപ്പോൾ മാസ്ക് ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോലെ പോയി. CST ഏരിയയിലൊക്കെ പോയി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, എന്തെങ്കിലും പിന്നീട് ഈ കുട്ടികളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? ഇവരിപ്പോൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഇപ്പോൾ പനവേലിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ ട്രെയിൻ വഴിയാണോ പോയത്, അതോ ബസ്സിലാണോ പോയത്, അതോ അതിനിടയിൽ എവിടെയെങ്കിലും ഒക്കെ പോയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനുശേഷം പിന്നീട് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ മലയാളികൾക്കോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ ഈ കുട്ടികളെ പറ്റി? വിജയകുമാർ, 10 മണിക്ക് ശേഷം പൻവേലിൽ നിന്ന് 2 ട്രെയിനുണ്ട്. ഒന്ന് മംഗലാപുരത്തേക്കും ഒന്ന് എറണാകുളത്തേക്കും. ഇതിലേതെങ്കിലും ഒന്നിൽ കയറാൻ കുട്ടികൾ പദ്ധതിയിട്ടുണ്ടോ എന്നൊരു സംശയം അവിടെയുണ്ട്. കാരണം പൻവേലിലേക്ക് ഇവിടെ നിന്ന് എത്ര സമയമുണ്ട്, എത്ര ദൂരമുണ്ട് എന്നതൊക്കെ കുട്ടികൾ അന്വേഷിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങോട്ട് പോയതാണെങ്കിൽ അവിടെ വെച്ച് കുട്ടികളെ കണ്ടെത്താൻ കഴിയും. കാരണം ഇതിനോടകം തന്നെ നമ്മൾ പറഞ്ഞതനുസരിച്ച് മലയാളി സംഘടനകളൊക്കെ തന്നെ മലയാളികൾ പലരും ആ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. പൻവേൽ മാത്രമല്ല, കുർള റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലെ തന്നെ കേരളത്തിലേക്കുള്ള ട്രെയിനുകളുള്ളതാണ്.
എന്നുള്ളതാണ്. പക്ഷേ രാത്രി ഇനിയിപ്പോൾ ട്രെയിനിൽ എങ്കിൽ പോലും ഇവിടെ നിന്നും നാട്ടിലേക്ക് ട്രെയിനുകൾ ഉള്ളതാണ്. അപ്പോൾ ഈ രണ്ടിടങ്ങളിലും കുട്ടികൾ എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്താൻ വളരെ ഈസിയാണ്. നമ്മൾ നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് അതിഥി തൊഴിലാളികളുടെ മകൾ ഇതുപോലെ കാണാതായ സമയത്ത് വിശാഖപട്ടണത്ത് നിന്ന് മലയാളികൾ ശ്രമിച്ച് കുട്ടിയെ കണ്ടെത്തിയിരുന്നു. അത്തരമൊരു ശ്രമം ഇവിടെ ഏതായാലും ഇന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനോടകം തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും പരിശോധന നടത്തുന്നുമുണ്ട്. പക്ഷേ ഈ പോകുന്ന വഴിയിൽ എവിടെ നിന്നെങ്കിലും കുട്ടികളെ കണ്ടെത്തുക അത് എളുപ്പമല്ല. അങ്ങനെ പൂർണ്ണമായി റോഡൊക്കെ തടഞ്ഞു നിർത്തി വാഹന പരിശോധന നടത്തുന്നതൊന്നും ഈ ഘട്ടത്തിൽ അത് പ്രായോഗികമല്ല. മുംബൈ പോലെ ഒരു വലിയ നഗരത്തിൽ അത് അത്രത്തോളം പ്രായോഗികമല്ല. അതേസമയം സ്റ്റേഷനിലെത്തിയാൽ കാര്യങ്ങൾ എളുപ്പമാണ്. മാത്രമല്ല ഇപ്പോൾ ഇതിനോടകം തന്നെ മുംബൈ പോലീസിനും ഈ വിവരങ്ങളൊക്കെ തന്നെ കൈമാറിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും പരിശോധന നടക്കുന്നുണ്ട്. ഏറ്റവും നിർണായകമാവുന്ന മറ്റൊരു കാര്യം ഈ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്ന ആൾ റഹീം അസ്ലമിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുകയാണ്. അയാളുടെ ഫോൺ ഏതായാലും സ്വിച്ച് ഓഫ് അല്ല. അയാൾ പ്രതികരിക്കാനൊക്കെ തയ്യാറാവുന്നതുകൊണ്ട് ഇയാളെ വേഗത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള വിവരങ്ങൾ ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെ നിർണായകമാണ്. കുട്ടികൾ മറ്റാരെങ്കിലും കാണാൻ സാധ്യതയുണ്ടോ, മറ്റാരെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റാരെങ്കിലും പരിചയം ഉണ്ടാവുകയോ അവരെ ആരെങ്കിലും കാണാൻ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാകും. അതല്ല ഇനിയിപ്പോൾ വന്നത് ബുദ്ധിമോശമായി എന്ന് തോന്നി കുട്ടികൾ മടങ്ങാനുള്ള സാധ്യതയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ തന്നെ കുട്ടികളെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവരുടെ കൈവശം പണമുണ്ടായിരുന്നു, ധാരാളം പണമുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. കാരണം സലൂണിൽ തന്നെ ഏതാണ്ട് 5000 രൂപയ്ക്ക് പുറത്ത് ബില്ലായിട്ടുണ്ട്. ഈ പണം കുട്ടികൾ നൽകി. പേഴ്സിൽ ഈ പണം എടുക്കുന്ന സമയത്ത് 500 നോട്ടുകൾ നിരവധി കണ്ടു എന്നതാണ് സലൂൺ ഉടമ പറയുന്നത്. അതുകൊണ്ട് പണത്തിനൊരു ബുദ്ധിമുട്ടൊന്നും തന്നെ കുട്ടികൾക്ക് ഈ ഘട്ടത്തില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഇന്ന് തങ്ങാമെന്ന് തീരുമാനിച്ചാൽ പോലും അതും ബുദ്ധിമുട്ടാവും ഈ അന്വേഷണത്തിന്. മറിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് മറ്റുമൊക്കെ കുട്ടികൾ എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്തുക വളരെ എളുപ്പവുമാകും. വിജയകുമാർ, ഇതിൽ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ മലയാളികളൊക്കെ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ആ മട്ടിൽ തെരച്ചിൽ പരിശോധനയ്ക്കൊക്കെ സജീവമായിട്ടുണ്ടാകും. കേരള പോലീസ് ഔദ്യോഗികമായി ഇതിൽ മുംബൈ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വാഹന പരിശോധനയൊക്കെ നിയമപരമായി നടത്താൻ കഴിയുമല്ലോ. ആ നിലയ്ക്കുള്ള രണ്ട് സംസ്ഥാന പോലീസുകൾ തമ്മിൽ ആ നിലയ്ക്ക് ആശയവിനിമയം നടന്നിട്ടുണ്ടാകുമോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? അത്തരത്തിൽ ഏതായാലും മുംബൈ പോലീസിൽ നിന്നൊരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനോടകം തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ സലൂണിനടുത്തേക്ക് വരികയും വിവരങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരത്തിലൊരു വിവരം കൈമാറിയിട്ടുണ്ടാകാമെന്നതാണ് നമുക്ക് വിവരം. അതേസമയം ഈ വലിയ തരത്തിലുള്ള വാഹന പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുമോ എന്നതൊക്കെ ഇപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അത്തരം ഒരു നടപടി ഏതായാലും മുംബൈയിൽ നടക്കുന്നില്ല. ഏതാണ്ട് 3 മണിയോടെയാണ് സമീർ ഈ മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ കുട്ടികൾ മുംബൈയിലേക്ക് മഹാരാഷ്ട്രയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മൾ ഫെയ്മ യാത്രാ സഹായവേദി പോലെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നാട്ടിൽ നിന്നും മറ്റ് മുംബൈയിലേക്ക് എത്തുന്ന ആളുകളെ മുൻപ് പലവട്ടം കണ്ടെത്തിയിട്ടുള്ള ഒരു ചരിത്രമുള്ള ആളുകളെ നമ്മൾ സമീപിക്കുന്നത്. അവരാണ് അത്രയും വേഗം തന്നെ അന്വേഷണം തുടങ്ങുകയും പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ഇങ്ങനെ ഒരു സലൂണിൽ കുട്ടികൾ എത്തിയ വിവരം, നിർണായകമായ വിവരം നമുക്ക് ലഭ്യമാക്കുകയും ചെയ്തു. പിന്നീട് സലൂണിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായതോടെ ഈ കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കൂടി കഴിഞ്ഞു. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ സംഘടനകളുടെ കൂടി ഒരു സഹായം ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തുടർന്നും ഈ പരിശോധനകളിൽ കുട്ടികളെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ അവരുടെ സജീവമായൊരു സാന്നിധ്യം ഇപ്പോൾ തന്നെയുണ്ട്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും നടത്തുന്ന പരിശോധനകളിൽ ഈ സംഘടനകൾക്ക് കാര്യമായി തന്നെ ചെയ്യാൻ കഴിയും. അതിനുള്ള ശ്രമം ഇതിനോടകം തന്നെ അവർ തുടങ്ങിയിട്ടുമുണ്ട്. അവിടെയൊക്കെ തന്നെ മലയാളികൾ അടക്കമുള്ള ആളുകൾ പരിശോധനയ്ക്കുണ്ട്. ഇന്ന് രാത്രി തന്നെ കുട്ടികളെ പരമാവധി വേഗത്തിൽ കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള ശ്രമങ്ങളാണ്. അധികം സമയം താമസിക്കാതെ കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. മുംബൈ മലയാളികൾ ഒന്നടക്കം. വിജയകുമാർ.